ശൗരിം സത്യഗിരം വരാഹവഭുഷം പാദാംബുജദർശനേ ചക്രേ യോദയയാ സമസ്തജഗതാം നാഥം ശിരോദർശനേ മിഥ്യാവാചമഭൂച്യമേവ സതതം ഹംസസ്വരൂപം വിധിം തസ്മിൻ മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതയിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയരെ, പ്രഭാത കേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശങ്കരാചാര്യരുടെ ദശശ്ലോകസ്തുതി എന്ന് പറഞ്ഞിട്ട് 10 ശ്ലോകം കൊണ്ട് ശിവനെ സ്തുതിക്കുക ആണ് ചെയ്യുന്നത്. ശിവൻ്റെ മാഹാത്മ്യം, മറ്റ് ദൈവങ്ങളിൽ നിന്ന് ശിവൻ ഉള്ളതായ ഒരു ഉയർന്ന അവസ്ഥ, മാഹാത്മ്യം എന്താണ് എന്ന് 10 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. മേന്മ പല ശ്ലോകങ്ങളിൽ പല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ ഈ ശ്ലോകം 8ാമത്തെ ശ്ലോകമാണ്. അപ്പം ഈ സത്യത്തിൻ്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ടാണ് ശിവൻ്റെ മാഹാത്മ്യം പറഞ്ഞിരിക്കുന്നത്. അതിൽ വിഷ്ണുവിൻ്റെ മാഹാത്മ്യവും കൂടി വരുന്നുണ്ട്. വിഷ്ണുവിൻ്റെ മാഹാത്മ്യത്തെ കാണിച്ച് ശിവൻ അത് അംഗീകരിച്ചു എന്ന് പറയുകയാണ്. രണ്ടാൾക്കും മഹത്വമുണ്ട്. പക്ഷേ വിഷ്ണുവിനെ വിഷ്ണു ആക്കിയത് ശിവനാണെന്നാണ് ഇതിൽ പറയണത്. അപ്പോൾ വിഷ്ണുവിന് മഹത്വമുണ്ട്, അത് കൊടുത്തത് ശിവനാണെന്ന് പറയുമ്പോൾ 2 കൂട്ടരും ആരാരാ മീതേന്ന് ചെല്ലാത്ത രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ തമിഴ്നാട്ടിലേക്കൊക്കെ പോയാൽ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്. ഈശ്വരൻ കോവിൽ എന്ന് പറഞ്ഞാൽ ശിവനാണ്. വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിന് പെരുമാൾ കോവിൽ എന്നാണ് പറയുക. അപ്പോൾ ഈശ്വരൻ ശരിക്കും ശിവനാണ് എന്ന് ഒരു ചെറുതായിട്ടുള്ളൊരു സുപ്പീരിയോറിറ്റി, ശിവൻ്റെ മഹത്വം മേന്മയുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. വ്യാസമഹർഷി വിഷ്ണുവിൻ്റെ മഹത്വം വർണ്ണിച്ചപ്പോൾ എവിടെയോ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ കൈ പൊങ്ങാത്തൊരു കഥ പറയുന്നുണ്ട്. ഇത് ശിവനെ അംഗീകരിച്ചതിന് ശേഷമാണ് ഇത്രയും കയ്യെ ഇളകാൻ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ പറയണത് എന്താ വെച്ചാൽ ഈ സത്യത്തിൻ്റെ മഹത്വം കാരണം വിഷ്ണുവിന് വളരെയധികം മഹത്വം കിട്ടി, അത് ശിവനും കൂടി അംഗീകരിച്ചു എന്നാണ് പറയണത്. അല്ലെങ്കിലും ഈ മഹാന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കും ഇല്ലേ, അങ്ങാണ് വലുത് എന്ന് പറയും. അതൊന്നുമല്ല, അങ്ങാണ് വലുത്. തിരിച്ച് അവരവരുടെ മഹത്വം പറയുന്നതിനേക്കാൾ വേറൊരാളെ അംഗീകരിക്കാനാണ് ഇത്രയും മഹത്വക്കൾക്ക് ഇഷ്ടം. ഇവിടെ അങ്ങനൊരു ചിത്രമൊക്കെ നമുക്ക് കാണാം. ശൗരിം സത്യഗിരം വരാഹവപുഷം പാദാംബുജദർശനേ. പണ്ട് ഈ ശിവലിംഗത്തിൻ്റെ മഹത്വം ആർക്കാണ് കണ്ടുപിടിക്കാൻ പറ്റുക? ശിവൻ തന്നെ ഒരു പരീക്ഷണം കൊടുത്തു. വിഷ്ണു ആണോ ബ്രഹ്മാവാണോ വലുത്? ബ്രഹ്മാവ് മോളേക്ക് പറന്നു ഹംസത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട്. വിഷ്ണു താഴേക്കും പോയി. കുറച്ച് പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൻ്റെ അറ്റൊന്നും കാണാൻ പറ്റാത്തതാണ്. പിന്നെ ഏറ്റവും നല്ലത് എന്താ അറിയോ, അത് സമ്മതിക്കുക. വെറുതെ മെനക്കെട്ടിട്ട് അത് എത്തില്ല എന്നുള്ള വേഗം സത്യം മനസ്സിലാക്കിയവർ ആ സത്യം ഭഗവാൻ ശിവനോട് സമ്മതിക്കുകയാണ്. ഇതിൻ്റെ അറ്റം കാണാൻ സാധ്യമല്ല. ബ്രഹ്മാവോ നോണ പറഞ്ഞു, ഞാൻ അറ്റം കണ്ടു കിട്ടുമെന്ന്. അറ്റൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ആരാ സാക്ഷി? കൈതപ്പൂവിനോട് സാക്ഷിയാവാൻ നേരത്തെ ചട്ടം കെട്ടി. ആ കൈതപ്പൂവിനെ പൂജയ്ക്കെടുക്കാതെ പോട്ടെ എന്ന് ശിവൻ ശപിച്ചു. ബ്രഹ്മാവിനെ ആരും പൂജിക്കാതെ പോട്ടെ. നുണ പറഞ്ഞില്ലേ, അറ്റം കാണാണ്ട് അറ്റം കണ്ടു പറഞ്ഞത്. അതാണ് ബ്രഹ്മാവിനെ പൂജിക്കാത്തത്. വിചാരിക്കില്ലേ ബ്രഹ്മാവ് ത്രിമൂർത്തികളിൽ ഒരാളാണ്. എന്തുകൊണ്ടാണ് ബ്രഹ്മാവിനെ അങ്ങനെ പൂജിക്കാതിരിക്കാൻ കാരണം? ശിവനെയും പൂജിക്കേണ്ട, വിഷ്ണുവിനെയും പൂജിക്കേണ്ട. അസത്യത്തെ ആശ്രയിച്ചു. അതാണ് അസത്യം പറഞ്ഞതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ മഹത്വം കുറഞ്ഞു. അതാണ് സത്യം എന്നതു ബ്രഹ്മം, അതു തന്നെ സത്യം എന്നു കരുതുന്നിതു ചിലർ.
ഏറ്റവും വലിയ സത്യം ലോകത്തിൽ എന്താണെന്നറിയോ? സത്യം ഈശ്വരനാണ് എന്നറിയുക, സത്യത്തിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ അറിയില്ല എന്ന് മനസ്സിലാക്കുക. ഏറ്റവും വലിയ അറിവ് അറിയില്ല. പണ്ടൊരു ഗുരുനാഥൻ ചോദിച്ചു, എന്താ നീ പഠിച്ചെത്ര കാലം? ഇതൊന്നും പഠിയില്ല എന്ന് പഠിഞ്ഞു ഗുരുനാഥ. മിടുക്ക, അതന്നെ പഠിയേണ്ടത്. ഈ പറഞ്ഞ ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് നമുക്കൊന്നും ചെന്നെത്താൻ കഴിവുള്ളതല്ല എന്ന് നീ മനസ്സിലാക്കിയില്ലേ? ഏറ്റവും നല്ല അറിവ് തന്നെ അത്. അപ്പം നീ അറിയേണ്ടത് അറിഞ്ഞു എന്ന് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതേപോലെ സത്യം ഈശ്വരനാണ്. അതിനെക്കുറിച്ച് മുഴുവനെ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യണം? സദാ സത്യത്തെ ആശ്രയിക്കുക. നിവൃത്തിയില്ലിടത്തോളം അസത്യത്തെ ആശ്രയിക്കാതിരിക്കുക. ഒരു അസത്യം പറഞ്ഞിട്ടൊരു നേട്ടം ഉണ്ടാവണേക്കാൾ നല്ലത് സത്യം പറഞ്ഞിട്ട് ആ നേട്ടം ഇല്ലാണ്ടിരിക്കുകയാണ് എന്നാണ് വിഷ്ണു ഇവിടെ കാണിച്ചു കൊടുത്തത്. അപ്പം ശിവൻ എന്ത് ചെയ്തു? ചക്രേ യോ ദയയാ സമസ്ത ജഗതാം നാഥം. അല്ലയോ വിഷ്ണു, അങ്ങയ്ക്ക് എൻ്റെ പാദം കാണാനുള്ള കഴിവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും അങ്ങ് പൂർണ്ണനാണ്. കാരണം സത്യത്തിലല്ലേ അങ്ങ് വിശ്വസിച്ചത്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായിട്ട് ഞാൻ അങ്ങേ ഇതാ കണക്കാക്കുന്നു. ത്രിലോകത്തിലും അങ്ങ് പൂജിക്കപ്പെടും. കണ്ടോ സത്യത്തിൻ്റെ മഹത്വം? അവിടെ ആ ടെസ്റ്റിൽ തോറ്റു എന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങ് സമ്മതിച്ചു കൊടുത്തു, എനിക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ സത്യത്തിനെ കൊണ്ട് വിഷ്ണു ഉയർന്നു എന്നർത്ഥം. ഈ ലോകത്തിൽ ത്രിലോകത്തിലും പൂജിക്കപ്പെടട്ടെ എന്ന്. അപ്പോൾ തൻ്റെ വരാഹസ്വരൂപം സ്വീകരിച്ച് തേറ്റ കൊണ്ട് പിളർന്നിട്ടൊക്കെയാണ് ഭൂമിയിലേക്ക് പോയത് എന്ന് ഇവിടെ പറയണു. വരാഹ പുരുഷം പാദാംബുജാദർശനെ. ശിവലിംഗത്തിൻ്റെ പാദം എന്ന് പറഞ്ഞാൽ അടിഭാഗം. വരാഹത്തിൻ്റെ തേറ്റ കൊണ്ട് പിളർന്ന് പോവാൻ നോക്കി കാണില്ല എന്ന് മനസ്സിലായ സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് ലോകനാഥനായിട്ടുള്ള പദവിയിലേക്ക് അദ്ദേഹം ഉയർന്നു. ബ്രഹ്മാവോ മിഥ്യാവാചമപൂജ്യമേവ സതതം. കണ്ടു എന്ന് നുണ പറഞ്ഞതുകൊണ്ട് മിഥ്യ വചനം പറഞ്ഞതുകൊണ്ട് അപൂജ്യം. ആ ബ്രഹ്മാവേ എന്നെ ആരും പൂജിക്കാത്ത പോട്ടെ. കാരണം ഹംസസ്വരൂപം വിധിം തസ്മിന്മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി. ആ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ശിവനിൽ, വിഷ്ണുവിന് പോലും ഈ സ്ഥാനം കൊടുത്തതായിട്ടുള്ള, സത്യത്തെ ബഹുമാനിച്ചതായിട്ടുള്ള സാംബനായിട്ടുള്ള പരമേശ്വരനിൽ, ബ്രഹ്മത്തിൽ എൻ്റെ മനസ്സ് സദാ വ്യാപരിക്കട്ടെ. ഒരിക്കലും സത്യത്തെ വിട്ടു നിൽക്കാൻ എനിക്ക് തോന്നാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പം സത്യത്തെ ആശ്രയിച്ചിട്ടൊരു നേട്ടം, അസത്യത്തെ ആശ്രയിച്ചിട്ടൊരു നേട്ടം ഉണ്ടാവുന്നതിലും നല്ലത് ആ നേട്ടം ഉപേക്ഷിച്ചാലും സത്യത്തെ മുറുകെ പിടിക്കുക. പറഞ്ഞ വാക്കിൽ ഉറച്ചു നിന്ന ആളാണ് മഹാബലി അല്ലേ? 2 ലോകം കൊണ്ട് 2 അടി കൊണ്ട് 3 ലോകം അളന്നപ്പോഴും 3ാമത്തെ അടി കൊടുക്കാൻ സ്ഥലമില്ലാതെ ആയപ്പോഴും പതറിയില്ല. പദം അല്ലേ ശീഷ്ണിമേ നിജം, പദം ഗുരുമേ ശീഷ്ണിമേ നിജം, എൻ്റെ ശിരസിൽ ആ പാദത്തെ വെച്ചാലും എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ നിന്ന് സത്യാന്നചലിതോ മഹാൻ എന്ന് ഭാഗവത്തിൽ പറയണു. മഹാനായിരിക്കുന്ന മഹാബലി സത്യത്തിൽ നിന്ന് ഇളകിയില്ല. അതുകൊണ്ട് അദ്ദേഹം മഹാബലിയായി തീർന്നു. അതുവരെ പേരെന്തായിരുന്നു? ഇന്ദ്രസേനൻ എന്നായിരുന്നു. അവിടുന്ന് മുതൽക്ക് മഹാബലിയായി. അപ്പോൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കൊക്കെ ചരിത്രത്തിൽ ഈ ഹരിശ്ചന്ദ്രൻ്റെ കഥ, എത്ര കഥ വേണമെങ്കിൽ പറയാം. അതൊക്കെയും കാണിക്കുന്നത് സത്യത്തിൻ്റെ മഹത്വം. ആ സത്യത്തിൽ നിൽക്കുന്നവർ ഒരിക്കലും ലോകത്തിൽ പിന്നാക്കം പോയിട്ടോ ബഹുമാനിക്കപ്പെടാതെയോ ഇരുന്നിട്ടില്ല. എല്ലാം പോയി. ഹരിശ്ചന്ദ്രന് കൊടുത്ത് സത്യം വാക്കുപാലിക്കാൻ വേണ്ടി രാജ്യം ഒക്കെ പോയി, കുടുംബം അടക്കം എല്ലാ സമ്പത്തും പോയി. യാചകൻ്റെ വരേക്ക് അദ്ദേഹം താണപ്പോഴും സത്യത്തിൽ നിന്ന് ഇളകാത്തത് കൊണ്ട് ഒടുവിൽ അദ്ദേഹത്തിന് മോക്ഷം കിട്ടി. യമൻ വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് കഥ. അങ്ങനെ എവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ ഒരു മഹാത്മ്യം. സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ്. അപ്പോൾ സത്യത്തെ മുറുകെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വരനെ മുറുകെ പിടിച്ചു, പിന്നെ അവർക്ക് പരാജയം ഉണ്ടാവുമോ? അതുകൊണ്ട് സത്യമാണ് ലോകത്തിൽ എല്ലായിടത്തും വലുത്. നമ്മുടെ ധർമ്മശാസ്ത്രത്തിലും പറയണത് കോടതിയിൽ സത്യമേവ ജയതേ എന്ന് തന്നെയാണ്. ഇല്ലേ, കേസുകൾ പോണത് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയാൻ വയ്യട്ടോ, അവിടേക്ക് കിടക്കണില്ല. വാചകം എഴുതിയിരിക്കുന്നത് എന്താ? സത്യമേവ ജയതേ. അവിടേക്ക് അതുവരെ പറഞ്ഞാൽ മതി നമ്മൾ. അപ്പോൾ ആ സത്യത്തെ ജയിക്കട്ടെ എന്ന് തന്നെയാണ് കോടതിയിലും എഴുതിയിരിക്കുന്നത്. നടക്കണത് എന്താ നമ്മൾ കടന്നപ്പോൾ ഇവിടെ നിന്ന് നിൽക്കില്ല. അതുകൊണ്ട് ഏതായാലും സത്യത്തെ കഴിയുന്നതും വിടാതെ നിൽക്കുക. സത്യം എന്നത് ബ്രഹ്മം അത് തന്നെ. നമ്മൾ നുണ പറഞ്ഞാലും സത്യമാര് കാണും? സർവേശ്വരനായിരിക്കുന്ന ഭഗവാൻ കാണും. അപ്പം അങ്ങനെയുള്ള സാമ്പനായിരിക്കുന്ന സദാശിവനിൽ സത്യത്തിന് മഹത്വം കൊടുത്ത് വിഷ്ണുവിനെ അംഗീകരിച്ച ശിവനിൽ
എൻ്റെ മനസ്സ് സദാ ഉറച്ച് നിൽക്കട്ടെ. ശൗരി സത്യഗിരംബരാകവപുഷം പാദാംബുജാദർശനെ ചക്രേ യോദയയാ സമസ്തജഗതാം നാഥം ശിരോദർശനെ മിഥ്യാവാചമപൂജ്യമേവ സതതം ഹംസസ്വരൂപം വിധിം തസ്മിൻ മേ ഹൃദയം സുഖേന രമതാം സാംബേ പരബ്രഹ്മണി. നല്ല ഒരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.